നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 45 കഴിഞ്ഞാൽ നമ്മൾ ലേഡീസ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, സ്കിൻ കെയർ ആയാലും നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണമായാലും നമ്മുടെ ഡ്രസ്സൊക്കെ എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ എന്നെക്കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ ഒരു 10-25 വർഷത്തെ ബ്യൂട്ടീഷ്യൻ എന്ന നിലയിലുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ടും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതിയാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു 50 വയസ്സൊക്കെ ആയി, ഒരു 55 വയസ്സൊക്കെ ആയി എൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ മേടിക്കുന്നവർ 80 വയസ്സ് വരെ ഉള്ളവരുണ്ട് കേട്ടോ. അപ്പം 80 വയസ്സായ കുറേ അമ്മമാർ പറയാറുണ്ട്, ശുഭ എൻ്റെ മുഖത്തെ ചുളിവൊക്കെ മാറി, എൻ്റെ മുഖം നല്ല സോഫ്റ്റായി. കാരണം അവരിതുവരെ ഒന്നും അവരുടെ മുഖത്തിനായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അവർ ഓരോ ജോലിയൊക്കെ ചെയ്ത് ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കിയാണേലും മക്കൾസിൻ്റെ കാര്യം നോക്കിയൊക്കെ ആണേലും സ്വന്തം കാര്യം ശ്രദ്ധിക്കാതെയും സ്വന്തം കാര്യത്തിലേക്ക് ഒന്നും ചെയ്തു കൊടുക്കാതെയും ഒക്കെ ഒരു 80 വയസ്സായപ്പോഴാണ് ശുഭയെ കാണിച്ചു തന്നതിന് ദൈവത്തിന് നന്ദി എന്ന് പറയുന്ന ഒത്തിരി അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഇന്ന് എനിക്കുണ്ട്. എനിക്കത് എന്താ പറയുന്നത്, ഞെളിഞ്ഞു എന്ന് പറയാം എന്നൊക്കെ പറയുമല്ലേ, അതുപോലെ നിന്ന് പറയാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. എൻ്റെ ഈ 88K ആയ എൻ്റെ സബ്സ്ക്രൈബേഴ്സുള്ള എൻ്റെ യൂട്യൂബ് ഫാമിലിയിൽ ഒത്തിരി അമ്മമാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാര്യം എൻ്റെ ഓയിൽ തേച്ചിട്ട് അവർക്കുണ്ടായ ഗുണങ്ങൾ, അവർക്ക് ഫേസിലുണ്ടായ മാറ്റങ്ങൾ, അവർക്ക് മുന്നോട്ടിപ്പോൾ ഒരുപാട് കാലം ജീവിക്കാൻ തോന്നുന്നതാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകണമെങ്കിൽ ഒരു പെൻഷനേഴ്സിൻ്റെ ഒക്കെ ഒരു സമ്മേളനവും കാര്യങ്ങളൊക്കെ അവർക്ക് വരത്തില്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ എന്തിനാ പോകുന്നത്, എൻ്റെ ഫേസൊക്കെ വല്ലാണ്ടിരിക്കുന്നു, ഏത് ഡ്രസ്സ് ഇടണം, എന്തിനാണ് ഞാൻ പോകുന്നത്, ഇങ്ങനെ വരെ ചിന്തിച്ച് വീട്ടിൽ കുത്തിയിരുന്ന സമയങ്ങളുണ്ടായിരുന്നെന്ന് പറഞ്ഞു കേട്ടോ. ശുഭാസ് ബ്രൈറ്റനിങ് ഓയിൽ അതിപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാ ജില്ലകളിലേക്കും എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരെ എൻ്റെ ഓയിൽ പറന്ന് പോയിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്തെന്നറിയുമോ, എൻ്റെ ഒരു പ്രയത്നത്തിന്, എൻ്റെ ഒരു ദൈവ വിചാരത്തിന്, എൻ്റെ ഒരു എന്താ പറയുന്നത്, എൻ്റെ ഒരു പ്രയത്നം, അത് ഒരുപാട് പ്രയത്നം എന്ന് തന്നെ പറയണം കേട്ടോ. എണ്ണ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ല. ഓടിക്കൊണ്ട് നമ്മുടെ ഓട്ടുരുളിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് പൊടികൾ വിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഓയിലല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത്. ഇത് സമയമെടുത്ത് രാത്രി കാലങ്ങളിലാണ് ഞാൻ എൻ്റെ ഓയിൽ പ്രിപ്പയർ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എൻ്റെ ഓയിലിന് ഒരുപാട് തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ആ ഒരു സന്തോഷം നിങ്ങളിൽ അറിയാൻ പാടില്ലാത്ത കുറേ പേരിലെങ്കിലും എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്ക് കേട്ടോ. പിന്നെ നമ്മുടെ എണ്ണ തേച്ച് കുളിയുടെ പ്രാധാന്യം നിങ്ങൾക്കറിയുമോ? എണ്ണ തേച്ച് നമ്മുടെ സ്കിന്നിങ്ങനെ വരണ്ട് പ്രായം കൂടുന്തോറും നമ്മൾ പറയത്തില്ലേ, 2025 കഴിഞ്ഞു, 2026 2027 ആകും. അപ്പോഴൊക്കെ നമ്മുടെ സ്കിന്നുണ്ടല്ലോ പ്രായമേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കിന്നിലെ തൊലി, അതായത് ത്വക്ക്, ഇത് നമുക്ക് ഡ്രൈനസ് കൂടി ചുളിവുകളും പാടുകളും കറുത്ത പാടുകളും വരകളും എന്ന് വേണ്ട, നമുക്ക് ഒരു 50 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് നമുക്ക് എന്താ പറയുന്നത്, പ്രായത്തെ വിളിച്ചറിയിക്കുന്ന ചുണ്ടിന് ചുറ്റുമുള്ള ചുളിവ്, കണ്ണിന് താഴെയുള്ള ചുളിവ്, നെറ്റിയിൽ ഇങ്ങനെ വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും അല്ലേ. കയ്യേലൊക്കെ എന്തോരം ജനങ്ങൾക്ക് ആ കയ്യേലിങ്ങനെ എന്താ അതിന് പറയുന്നത്, ഈ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പാമ്പിൻ്റെ പടം പോലൊക്കെയാണ് ശുഭ ഇരുന്നത്. എൻ്റെ കൈ ശുഭയുടെ ഓയിൽ തേച്ചിട്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പം ശുഭയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ ഈ ഓയിൽ നിങ്ങളുടെ മുന്നിൽ, അതായത് ഞാൻ ഇതിന് മുന്നേ തന്നെ തയ്യാറാക്കിയിരുന്നു. പക്ഷേ എൻ്റെ പാർലറിൽ വരുന്ന കുറച്ച് ആൾക്കാർക്കൊക്കെ ഞാൻ കയ്യിലൊക്കെ ഭയങ്കര ഡ്രൈനസ്സും, നമ്മൾ ഫേഷ്യൽ ചെയ്ത് വിട്ടാലും വീട്ടിൽ പോയിരുന്ന് ഈ ഓയിൽ തേച്ചോ എന്നും പറഞ്ഞൊക്കെ ചില ആൾക്കാർക്ക് എന്നെ അതുപോലെ അടുപ്പമുള്ള, അതുപോലെ ഫേസിലും സ്കിന്നിലും ഒക്കെ ഡ്രൈനസ്സും ഒക്കെ ഉള്ള കുറച്ച് ആൾക്കാർക്കൊക്കെ ഞാൻ എൻ്റെ ഓയിൽ മുൻപ് കൊടുത്തിരുന്നു. പക്ഷേ അവരിൽ ഒരാളാണ് ശുഭ നിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കൂ എന്ന് പറഞ്ഞ ആ ചേച്ചിയെ ഞാൻ എപ്പോഴും ഓർക്കും കേട്ടോ. കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ വെച്ച് കണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് വർത്തമാനം പറഞ്ഞു. തിരുനക്കര പോയില്ല കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് എന്നോട് ചോദിച്ചു. നിൻ്റെ ഓയിൽ അറിയാൻ മേലാത്ത രാജ്യങ്ങളുണ്ടോ, അറിയാൻ മേലാത്ത ആൾക്കാരുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഓയിലിന് കഴിഞ്ഞ ദിവസം ഇപ്പോൾ പറഞ്ഞു വന്ന ഒരു കാര്യം, ഇന്നലെ
ഇന്നലെ എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഇട്ട ഒരു വീഡിയോയ്ക്കകത്ത് ഒരാൾ കമൻ്റ് ഇട്ടിരുന്നു. പക്ഷേ ഞാനത് കണ്ടില്ല കേട്ടോ. എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞു, ശുഭ ഒരു ബാഡ് കമൻറ്റ് കിടപ്പുണ്ട്, ശുഭ കണ്ടില്ല, 1 മണിക്കൂറായല്ലോ. പക്ഷേ ആ ഒരു സ്ത്രീയുടെ, ആ സ്ത്രീയാണേലും പുരുഷനാണേലും അതിൻ്റെ എന്താ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി കേട്ടോ. സിന്ധു സുരേഷ് എന്നാണോ, എന്തോ ഒരു സുരേഷാണ്. അത് നിൻ്റെ ബുക്കി നോക്കണം, ബുക്കി നോക്കിയിട്ട് ഡയറിയെ നോക്കി അവരുടെ നമ്പർ കണ്ടുപിടിച്ചിട്ട് അവർക്ക് എവിടെയാണ് കരിമംഗല്യം മാറാത്ത, അവർ കരിമംഗല്യം അവരുടെ ആ ഒരു നമ്പർ സിന്ധു സുരേഷ് അതാണെന്ന് എനിക്ക് ഒന്നുകൂടെ ആ ചേച്ചിയോട് ചോദിക്കാം. ആ ചേച്ചി നന്നായിട്ട് ഐഡിയ ഓർത്തിരിക്കുന്നുണ്ട്. കാരണം ആ ചേച്ചിയുടെയൊക്കെ മുഖത്തെ ഫുള്ള് കരിമംഗല്യം മാറി എൻ്റെ ഓയിലും കൊണ്ട്. ഇതാരെവിടുന്ന് വന്നു? ശുഭയ്ക്ക് ഒരു ബാഡ് കമൻറ്റും വരാത്ത ശുഭയ്ക്ക് ഇത് എവിടുന്ന് ഈ ബാഡ് കമൻറ്റ് വന്നു? അപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത്, അത് ഹാദിയിലെ ഒരു ഹാദി എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോലി നോക്കുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ. ചേച്ചിയുടെ മുഖം നിറച്ച് കറുത്തപാടും കരിമംഗല്യവുമായിരുന്നു. എൻ്റെ ഓയിൽ അതും എവിടെയോ ഷീമാട്ടിയിലോ എങ്ങാണ്ട് ജോലി ചെയ്യുന്ന, നമ്മുടെ കോട്ടയത്ത് തന്നെ ഉള്ള ചേച്ചിയാണ്. ഷീമാട്ടിയിൽ എങ്ങാണ്ട് ജോലി ചെയ്യുന്ന ഒരാൾ പറഞ്ഞു കൊടുത്തതാണെന്നും അയാളുടെ വൈഫിന് തേച്ചിട്ട് കരിമംഗല്യം നന്നായിട്ട് മാറിയിട്ട് അയാൾ ഈ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞതാണെന്നും പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് എൻ്റെ അടുത്ത് ഈ ചേച്ചി ഓയിലിനായിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ശുഭ നീ 1 മണിക്കൂറായാലോട് ഈ കമൻറ്റ് ഇവിടെ കിടക്കുക, നീ പക്ഷേ ഞാൻ കണ്ടില്ല. ഞാൻ ഓരോ ജോലിയല്ലേ നമ്മളെപ്പോഴും ഫോൺ എടുത്ത് യൂട്യൂബിൻ്റെ ഫോൺ ഞാൻ വല്ലപ്പോഴും എടുക്കാറുള്ളൂ, ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ ഞാൻ അത് എടുക്കാറുള്ളൂ. പക്ഷേ വാട്സപ്പ് ഫോണാണ് എൻ്റെ എപ്പോഴും എൻ്റെ കയ്യിലിരിക്കുന്നത്. നമുക്ക് ഓയിലിൻ്റെ കാര്യങ്ങൾ വരുന്നതും ഓയിലിൻ്റെ ഓർഡർ ചെയ്യുന്നതൊക്കെ അതിനകത്തല്ലേ. അപ്പം അങ്ങനെയാണ് അതിനകത്ത് ആ ഫോണാണ് എപ്പോഴും എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ. അപ്പോൾ ഈ ഫോൺ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുകയില്ല. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് എൻ്റെ കരിമംഗല്യം എൻ്റെ മുഖത്തുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും കൂടെ കരിമംഗല്യം മുഖം നിറച്ചായി, മുഖം മുഴുവൻ കറുത്തു പോയി എന്നൊക്കെയാണ് അവർ എഴുതിയിരിക്കുന്നത്. അവർ എന്തും കൊണ്ടാണ് ഇപ്പം ആ ചേച്ചി പറഞ്ഞ പോലെ, ആ ചേച്ചിയാണ് എൻ്റെ അടുത്ത് ഈ ബുദ്ധി പറഞ്ഞത്, ശുഭ നിൻ്റെ വാട്സപ്പിൽ വന്ന് ഈ വിവരം പറയാതെ ഈ യൂട്യൂബിൻ്റെ അടിയിൽ വന്ന് ഇങ്ങനെ ഒരു നെഗറ്റീവ് കമൻ്റ് ഇടണമെങ്കിൽ ഇത് തേച്ചവരാരും ആയിരിക്കില്ല. ഇവരുടെ ഈ നമ്പർ നിങ്ങളുടെ ഡയറിയെ കാണുമല്ലോ, ആ നമ്പർ തപ്പിയെടുത്ത് അവരെ ഒന്ന് വിളിച്ച് ചോദിക്കുക, ഇനി ഈ ഓയിൽ ഒരിക്കലും നിങ്ങൾ തേക്കേണ്ടെന്ന് പറയുക എന്നൊക്കെ ആ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നു. സത്യമാണ്. ഇനി ഇപ്പം എന്നെ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എൻ്റെ ഓയിൽ അതുപോലെ എന്തോരം നിങ്ങളുടെ കയ്യിലുണ്ടോ അത്ര ഇങ്ങ് തിരിച്ചയക്കുക കേട്ടോ. ഞാൻ ക്യാഷും റിട്ടേൺ തരുന്നതായിരിക്കും. എൻ്റെ ഓയിലിന് നിങ്ങൾ തേക്കണ്ട കേട്ടോ. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എൻ്റെ ഓയിൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് അർഹയല്ല. നിങ്ങളിനി ആ ഓയിൽ തേക്കണ്ട. ഇത്രയും ജനങ്ങളുടെ കരിമംഗല്യം മാറിയ എൻ്റെ ഓയിലിന് ഒരു ബാഡ് കമൻറ്റും, അതായത് വാങ്ങിക്കുന്നവർ വീണ്ടും 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 വാങ്ങിക്കുന്നവർ തന്നെ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ ഒരു ഇതായിട്ട് പോകുന്ന ഓയിലിന് നിങ്ങൾ ഒരു വ്യക്തി, ഈ പറയുന്ന വ്യക്തി ആണായാലും പെണ്ണായാലും എൻ്റെ ഓയിൽ വാങ്ങിച്ചിട്ടുള്ള ആളാണെങ്കിൽ ഞാൻ തപ്പിപ്പിടിച്ച് ഡയറിയിലെടുക്കും, നിങ്ങളെ ഞാൻ വിളിക്കും, നിങ്ങളുടെ വാട്സപ്പ് ചെയ്യാൻ വരും. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുവാണെങ്കിൽ വാട്സപ്പിലൊന്ന് വരിക, ദയവായിട്ട് പ്ലീസ് വാട്സപ്പിലൊന്ന് വരിക. ഇന്നലെ വീഡിയോയിൽ താഴെ വന്ന കമൻറ്റിൽ ഇതിട്ടയാളാണെങ്കിൽ പ്ലീസ് വാട്സപ്പിലൊന്ന് ധൈര്യമായിട്ട് വരാം നിങ്ങൾക്ക് കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ വാട്സപ്പിൽ വന്നിട്ട് എന്നോട് പറയാം, ശുഭ നിങ്ങളുടെ ഓയിൽ തേച്ചിട്ട് എൻ്റെ മുഖം നിറച്ച് കറുപ്പായി, എൻ്റെ മുഖം നിറച്ച് കരിമംഗല്യം കൂടി, ധൈര്യമായിട്ട് എൻ്റെ അടുത്ത് വരണം കേട്ടോ. അതിനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നതിന് കാരണം തന്നെ അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് സിന്ധു സുരേഷ് എന്നാണോ ബിന്ദു സുരേഷ് എന്നാണോ ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് എൻ്റെ അടുത്ത് വരിക കേട്ടോ. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് ഓയിൽ തെച്ചു, നിങ്ങൾ ആ ഓയിൽ തേക്കുവേ വേണ്ട, നിങ്ങളുടെ മുഖം മുഴുവൻ കറുത്തു പോയെന്നല്ലേ പറഞ്ഞത്, ഇനി ആ ഓയിൽ തൊട്ട് പോയില്ല നിങ്ങൾ കേട്ടോ പറഞ്ഞേ. ഞാൻ സത്യസന്ധമായിട്ടും പറയാം കേട്ടോ, മുഖം ഫുള്ള് കറുത്തു പോയെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ ഇനി അപ്പോൾ എൻ്റെ ഇത്രയും നല്ല ഈ ഒരു മുഖം മുഴുവൻ ഫുള്ള് എപ്പോഴേ കറുത്ത് പണ്ടാരം അടങ്ങി പോയേനെ. ഞാൻ എന്നും വാരിത്തേക്കുമല്ലോ എൻ്റെ ഓയിൽ, ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടല്ലേ വാരിത്തേക്കുന്നത്. അപ്പം ദയവ് ചെയ്ത് ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ താല്പര്യമില്ല. ദയവ് ചെയ്ത് വാട്സപ്പിൽ വരിക, അതാണ് മാന്യത. വാട്സപ്പിൽ വരിക. എന്ത് കാര്യം ഉണ്ടെങ്കിലും വാട്സപ്പിൽ വരുന്ന നിങ്ങൾ ഇപ്പം ഈ ഒരു കാര്യം എടുത്തിട്ട് യൂട്യൂബിൻ്റെ അടിയിൽ ഈ ഒരു ഒറ്റ കമൻറ്റാണ് 2 വർഷമായിട്ട് എനിക്ക് വന്നിരിക്കുന്നത്. ഈ ഒരൊറ്റ കമൻറ്റ്, മുഖം മുഴുവൻ കറുത്തു പോയി. നിങ്ങളുടെ മുഖം കറുത്തു പോയെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് വാട്സപ്പിൽ വരാൻ ധൈര്യം കാണിക്കുക. ഒന്നും പറയാനൊന്നുമല്ല, ആരാണ് ഇതൊന്നും എനിക്കെന്ന് അറിഞ്ഞാൽ മതി. നിങ്ങൾ വാട്സപ്പിൽ വരിക. എൻ്റെ വീഡിയോ ഫുൾ എന്നും കാണുന്ന ആളായിരിക്കുമല്ലോ, അപ്പോൾ ദയവ് ചെയ്ത് വാട്സപ്പിൽ വരിക. ഓക്കെ, അപ്പോൾ ഇത്രേ കാര്യമേ പറയാനുള്ളൂ ആ കമൻറ്റിനെ പറ്റി. ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ
എണ്ണ തേച്ച് കുളിയുടെ പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ ചേച്ചിമാരെ, അമ്മമാരെ, അനിയത്തിമാരെ, കുഞ്ഞുമക്കളെ? അപ്പോൾ നമ്മൾ എന്തിനാണ് ജനനം മുതൽ ഒരു ന്യൂ ബോൺ ബേബീസ് ഉണ്ടാകുമ്പോൾ മുതൽ നമ്മൾ എന്തിനാണ് എണ്ണ തേച്ച് മസാജ് ചെയ്യുന്നത്? എന്തിനാ? അവരുടെ സ്കിന്നിന് കുറച്ച് കളർ വരാനും, അവരുടെ സ്കിന്നിന് ഒരു ആരോഗ്യം വരാനും, അവരുടെ സ്കിന്നിന് ഒരു തുടുതുടുപ്പ് വരാനും ഒക്കെയല്ലേ നമ്മൾ എണ്ണ തേച്ച് പാളെ കിടത്തി കുഞ്ഞുങ്ങളെ, ഒരുപാട് കുഞ്ഞു കുട്ടികൾക്ക്, ന്യൂ ബോൺ ബേബീസിന് തേക്കാം എന്ന് 100 പ്രാവശ്യം ഞാൻ പറയുന്നുണ്ട്. ഒരുപാട് കുഞ്ഞു കുട്ടികൾക്ക് ഈ പ്രഷറിലൊക്കെ കിടക്കുന്ന കുട്ടികളുണ്ടല്ലോ, പ്രഷറും ഷുഗറും ഒക്കെ ആയിട്ട് നമ്മുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ അങ്ങനെയൊക്കെയുള്ള അമ്മമാരുടെ വയറ്റിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾക്ക് കുറച്ച് കളർ കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ തേച്ച് പാളെ കിടത്തി ഒരു 6 മാസം 5 മാസം കഴിയുമ്പോൾ വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് ഫോട്ടോ എടുത്ത് എനിക്ക് അമ്മമാർ തരാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിലർ ചോദിക്കും, കുഞ്ഞു കുട്ടികൾക്ക് തേക്കാമോ, 15 വയസ്സായ കുട്ടികൾക്ക് തേക്കാമോ, 8 വയസ്സായ കുട്ടികൾക്ക് തേക്കാമോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ന്യൂ ബോൺ ബേബീസിന് മുതൽ നമ്മുടെ ഓയിൽ തേക്കുന്നുണ്ട് കേട്ടോ. എന്നും എന്തിനാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വന്ന് ഇതിനകത്ത് പറയുന്നതെന്ന് നിങ്ങൾ ചോദിക്കും. എനിക്ക് വാട്സപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ലൈവ് എന്നും ഓയിലിനെ പറ്റി വൈകുന്നേരം 8 മണി മുതൽ 9:30 വരെ നമ്മുടെ ലൈവ് എന്നും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് വരും. കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്, അറിഞ്ഞ് വരുമായിരിക്കും. ഓയിലിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫുള്ള് ചോദിക്കേണ്ടത് ലൈവിലാകട്ടോ. നമുക്ക് നേരിട്ട് സംസാരിക്കാം. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അനുഭവം? എൻ്റെ ഓയിൽ തേച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് അനുഭവം? നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ എൻ്റെ വാട്സപ്പിൽ വന്ന് എന്നോട് സീക്രട്ടായിട്ട് പേഴ്സണലി പറയാതെ ലൈവിൽ വന്നിരുന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം നിങ്ങൾ ഓരോരുത്തരും. അതാണ് എൻ്റെ ആവശ്യം കേട്ടോ. പറഞ്ഞേ, നിങ്ങൾ ഓരോരുത്തരും വെയിലടിക്കുന്ന കേട്ടോ, നിങ്ങൾ ഓരോരുത്തരും ലൈവിൽ വന്ന് നിങ്ങൾക്കുണ്ടായ അനുഭവം എന്താണ്? നിങ്ങൾക്കുണ്ടായ അനുഭവം നിങ്ങൾ എന്തിനാണ് ഓരോരുത്തരോട് നിങ്ങളുടെ മുഖം കണ്ടിട്ട് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലൈവിൽ വന്നിരുന്ന് എന്നോട് പറയണം. അതാണ് എനിക്കൊരു സന്തോഷം. നേരിട്ട് നമുക്ക് സംസാരിക്കാമല്ലോ. നിങ്ങൾക്ക് എന്നെ കാണാം, എനിക്ക് നിങ്ങളെ കാണത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടാണ് ലൈവിൽ വന്നിരിക്കുമ്പോൾ മുതൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും എനിക്ക് ഹായ് വിട്ട് വരുന്നവരും മെസ്സേജ് അയക്കുന്നവരും എല്ലാം ഞാൻ കണ്ടുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാവരും ലൈവിൽ വരിക കേട്ടോ. 9:30 വരെ നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കും. അതല്ല എന്തെങ്കിലും പ്രത്യേക റീസൺ ഇല്ലായെങ്കിൽ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ ഞാൻ ലൈവിൽ വരാത്ത. അല്ലെങ്കിൽ എല്ലാ ദിവസവും രാത്രി 8 മണി മുതൽ 9:30 വരെ ലൈവിൽ വന്നിരിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ എണ്ണ ഓയിൽ നമ്മുടെ സ്കിന്നിലേക്ക് തേക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, ഫസ്റ്റ് ഒരു 50 വയസ്സ് മുതൽ, അതായത് ഒരു 45 വയസ്സാകുമ്പോൾ തന്നെ നമ്മളെ ശ്രദ്ധിച്ചില്ല, നമ്മുടെ സ്കിന്ന് ശ്രദ്ധിച്ചില്ല എങ്കിൽ നമുക്ക് അവിടെ എവിടെയും ചുളിവുകളും ഫൈൻ ലൈൻസും റിങ്കിൾസും എല്ലാം വരും കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം പഴയതുപോലെ ഒന്നുമല്ല, എന്തൊക്കെ ആഹാരങ്ങൾ ഉള്ളിലേക്ക് കഴിക്കണം, അങ്ങനെയൊക്കെ ബോധവതികളാണ് നിങ്ങളെല്ലാവരും അല്ലേ. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ വെള്ളം കൂടി മസ്റ്റായിരിക്കണം. ഇഷ്ടം പോലെ വെള്ളം ഓരോ കുപ്പികളിലാക്കി ഹാളിൽ സിറ്റ് ഔട്ട് വയ്ക്കേണ്ട, ഹാളിൽ റൂംസിലൊക്കെ നിങ്ങൾ വെച്ചോണം. നിങ്ങൾക്ക് അപ്പോൾ തന്നെ കുടിക്കണം തോന്നുമ്പോൾ എടുത്ത് വെള്ളം കുടിച്ചോണം. അങ്ങനെ വെള്ളം കൂടിയാണ് ഫസ്റ്റ്. പിന്നെ എണ്ണ തേച്ച് കുളി എന്ന് പറയുന്നത് നമുക്ക്, ഞാൻ ആരടുത്താണെങ്കിലും എൻ്റെ അടുത്ത് ഫേഷ്യൽ ചെയ്യാൻ വരുന്നവരുടെ അടുത്തൊക്കെ ആണെങ്കിലും മുൻപ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ എണ്ണ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം ഞാൻ പിണ്ണതൈലം നന്നായിട്ട് കുറേ വർഷങ്ങൾക്ക് മുൻപ് പിണ്ണതൈലം എന്ന് പറഞ്ഞ ഒരു തൈലമുണ്ട്, അത് ഞാൻ മിക്കവാറും തേക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ ഓയിലന്ന് ഇതുപോലെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല, കുറച്ചുണ്ടാക്കും, അത് ഞാൻ കുറച്ച് മുഖത്ത് മാത്രം തേക്കും, അങ്ങനെയുള്ളായിരുന്നു. കഴുത്തിലും അല്ലാതെ നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഓയിൽ ഉണ്ടാക്കുന്ന സമയമല്ല അന്ന് ഞാൻ പിണ്ണതൈലം തേക്കുമായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് സിസേറിയൻ കഴിഞ്ഞവർക്കൊക്കെ അറിയാം, നമ്മുടെ നടുവിനൊക്കെ ചെറിയ വേദനകളൊക്കെ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ 2 സിസേറിയൻ കഴിഞ്ഞിട്ടും എനിക്ക് ഈ നടുവിന് വേദന എന്ന് പറയുന്ന കാര്യമില്ലായിരുന്നു മക്കളെ. ഇപ്പോൾ ഈ ഓയിൽ ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയ പിന്നെ എനിക്ക് നടുവിന് വേദനയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നടുവിന് വേദന, ഷോൾഡറിന് വേദന. പക്ഷേ ഞാൻ ഇതൊന്നും വകവെക്കത്തില്ല. ഓയിൽ ഇപ്പം ഒരു 10-12 മണിക്കൂർ നിന്ന് തയ്യാറാക്കിയാണ് നിങ്ങളുടെ മുന്നിൽ അത് എത്തിക്കുന്നത്. ഇളക്കി ഒരുപാട് വേദന നടുവിന് തോന്നുമ്പോൾ ഇതാ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കും കേട്ടോ. എന്തിനാണെന്നറിയുമോ? ചൂട് കൊള്ളും പുറകിൽ. അങ്ങനെയാണ് ഞാൻ. പിന്നെ ദൈവത്തിനെ വിചാരിച്ചും ദൈവത്തിന് ഒഴിഞ്ഞിട്ടും ഒക്കെയാണ് നമ്മുടെ ഓയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളത് നിങ്ങൾ സന്തോഷമായിട്ടും നിങ്ങളുടെ ഓരോ കാര്യങ്ങളും മാറി, നിങ്ങളുടെ മുഖത്ത് നല്ല മാറ്റം വന്നു, ചുളിവുകളൊക്കെ മാറി. മഞ്ചിഷ്ട എന്ന് പറഞ്ഞ ചുളിവുകൾ മാറാൻ, സ്കിന്നിലെ ചുളിവുകൾ മാറ്റാൻ ഏറ്റവും നല്ലതാണ് മഞ്ചിഷ്ട, കോലരക്ക്. ഇതൊക്കെ നമ്മുടെ കരിമംഗല്യം മാറാനും നമ്മുടെ ധാരാളമായിട്ട് ഞാൻ എൻ്റെ ഓയിലിനകത്ത് ഇട്ടിട്ടുണ്ട്.
പിന്നെ ഇത് നമ്മളൊരു 45 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ നന്നായിട്ട് നമ്മുടെ മുഖത്താൽ ഉച്ചിയിൽ ആദ്യം കുറച്ച് എണ്ണ വയ്ക്കണം കേട്ടോ. ഏതെണ്ണയാണോ നിങ്ങൾ തേക്കുന്നത്, കാച്ചി എണ്ണയാണോ വെറും വെളിച്ചെണ്ണയാണോ ഏതെണ്ണയാണേലും ഒരു സ്വല്പം എണ്ണ നമ്മുടെ നെറുകം തല ഉച്ചിയിൽ വയ്ക്കുക. പിന്നീട് നമ്മൾ കയ്യിലേക്കും കഴുത്തേലും നമ്മുടെ ചെവിയേലും കാലിൻ്റെ ഉള്ളം കാലിലും ഒക്കെ ഒരു മസാജ് കൊടുക്കുക. നമുക്ക് ആരെങ്കിലും നമ്മുടെ ദേഹത്ത് എണ്ണ തേക്കും, അല്ലെങ്കിൽ എൻ്റെ അമ്മ നമ്മൾ പീരിയഡ്സ് ആയിരുന്നപ്പോൾ ഇല്ലേ, അതിപ്പോൾ ഞാനിവിടെ എടുത്ത് പറയുക കേട്ടോ, പീരിയഡ്സ് ആയിരിക്കുമ്പോൾ 4ൻ്റെ അന്ന് ഇങ്ങനൊരു പാത്രത്തിൽ നിറച്ച് വെളിച്ചെണ്ണ എടുത്ത് തരും കേട്ടോ. അത് ഫുള്ള് ദേഹത്ത് തേക്കാൻ പറയും 4ൻ്റെ അന്ന്. എല്ലാ മാസവും കുഞ്ഞിലേ മുതലേ എണ്ണ തേച്ച് കുളി ശീലമാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഈ പ്രായം ചെല്ലും തോറും നമ്മുടെ സ്കിന്നിലേക്ക് മസാജ് കൊടുക്കണം, എണ്ണ തേച്ച് മസാജ് കൊടുക്കണം. ഒരു 10-15 അല്ല ഒരു അരമണിക്കൂർ നമുക്കായിട്ട് മാറ്റി വയ്ക്കുക. നമുക്കാരും മക്കളൊക്കെ വലുതായി, ഹസ്ബൻഡും വലുതായി നല്ല പ്രായമായി, നമുക്കും പ്രായമാകുന്നു. അപ്പോൾ നമ്മളാണ് നമ്മളെ തന്നെ ശ്രദ്ധിക്കേണ്ടത്. ഓയിൽ തേച്ച് കുളിക്കുക, ഒരു അരമണിക്കൂർ നിൽക്കുക. ആ സമയത്ത് വല്ല പാട്ടും വെച്ചോണം, ബാത്റൂമിൽ വല്ല പാട്ടോ അല്ലെ മൊബൈലിനകത്ത് എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ അത് അവിടെ വെക്കുക, അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം നമുക്ക്. അല്ലെങ്കിൽ എണ്ണ തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും എന്നാ പറയുന്നത്, യൂട്യൂബിൽ എന്തെങ്കിലും രസമുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാം. അങ്ങനെ മസാജ് ചെയ്യേണ്ട വിധമെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം ദേഹം ഫുള്ള്, പിന്നെ ബാക്കിൽ നമ്മുടെ നടുവിനൊക്കെ ഇങ്ങനെ വേദനയുള്ളവരാണെങ്കിൽ കുറച്ച് ധാന്യോന്തരം കുഴമ്പ് ഒരു 55 വയസ്സിന് മേലോട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സ്വല്പം നമ്മുടെ കയ്യിലോട്ടെടുത്ത് ആ നടുവിൻ്റെ ഭാഗത്ത് മാത്രം തിരുമ്മി തേച്ച് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ഒരു 11 മണി മുതൽ 4 മണി വരെ ഇപ്പോൾ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിന് നല്ല ചൂടാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നല്ലതായിട്ട് കുളിച്ച് ഒന്ന് ഫ്രഷായി ഒരു 10 മിനിറ്റ് നീണ്ട് നിവർന്ന് കിടക്കുക. ബാക്കി അത് കഴിഞ്ഞിട്ട് ഉറങ്ങാനല്ല ഞാൻ പറഞ്ഞ, ഒരു 10 മിനിറ്റ് നീണ്ട് നിവർന്ന് കിടന്നൊന്ന് റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കുക. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. പിന്നെ സ്കിൻ കെയർ റൊട്ടീൻ അത് മസ്റ്റായിരിക്കണം. മോയ്സ്ചറൈസർ, എണ്ണ നല്ലതായിട്ട് തേച്ച് കുളിക്കുന്ന ഒരാൾക്ക് മോയ്സ്ചറൈസറിൻ്റെ ആവശ്യമില്ലേ എന്ന് ചോദിക്കരുത്. ഒരു സ്വല്പം മോയ്സ്ചറൈസർ കുളി കഴിഞ്ഞാൽ ഉടനെ സ്കിന്നിലും കഴുത്തിലും കയ്യിലും എല്ലാം ഒന്ന് തേച്ച് കൊടുക്കണം. പിന്നെ ഭയങ്കര വെയിലാണ്, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം, ഒരു ശകലം സൺസ്ക്രീൻ ലോഷൻ ഇട്ട് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ ഡ്രസ്സ് ഒരു 55-60 വയസ്സായവരൊക്കെ പറയും എനിക്ക് ലൈറ്റ് കളർ മതി കേട്ടോ. ഇപ്പം ഒരു സാരി ആയിക്കോട്ടെ ചുരിദാർ ആയിക്കോട്ടെ, എനിക്ക് ലൈറ്റ് കളർ മതി കേട്ടോ. എന്തിനാണ്? അവരുടെ മനസ്സിലെ ഒരിതാണ്, എനിക്ക് പ്രായമായി, കടും കളർ ബ്രൈറ്റ് കളറൊക്കെ ഡാർക്ക് കളറൊക്കെ എങ്ങനെ ഇടും, അങ്ങനെ ഇട്ടാൽ വല്ലവരും കളിയാക്കുമോ, അവർക്കൊക്കെ എന്തൊക്കെ തോന്നും, ഇങ്ങനെയൊന്നും ആരും മനസ്സിൽ കരുതണ്ട കേട്ടോ. നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ എന്ത് ധരിക്കണം, നമ്മളെങ്ങനെ നടക്കണം. നമ്മൾ വേറെ രീതിയിലും വേറെ ഇങ്ങനെ അറിയാമല്ലോ, ഒരു വേറെ ലേഡീസൊക്കെ അറിയാമല്ലോ ഓരോ കാര്യങ്ങൾ, പന്ന രീതിയിലൊന്നും ജീവിക്കാതെ തൻ്റെ ഇടത്തോടെ ദൈവത്തിനെ വിചാരിച്ചും സ്വന്തം കാര്യം നോക്കി മറ്റുള്ളവരോടൊക്കെ പോവാൻ എന്നുള്ള രീതിയിൽ എന്ന് വെച്ച് അഹങ്കാരിയായിട്ട് ജീവിക്കണം എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? ലേഡീസിനെല്ലാം മനസ്സിലായല്ലോ? നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏത് ഡ്രസ്സ് ഇടണം, പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും കേട്ടോ, ഇത് എന്തൊരു ഡ്രസ്സായത്. അപ്പം ഞങ്ങൾ തമ്മിലല്ല, ഞാൻ ഒറ്റയ്ക്കെങ്ങാനും ഒരു ഡ്രസ്സ് എടുത്ത് ഞാനൊന്ന് ഇട്ടെങ്കിൽ പറയും, ഇത് കൊള്ളത്തില്ല, കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട നീല, അത് പോളിസ്റ്റർ, അത് ക്രയോണാന്ന് തോന്നി കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ പറയും കേട്ടോ. പറയുമ്പോൾ നമുക്കൊന്നൊരു മടുപ്പ് വരുവേ അല്ലേ. പക്ഷേ എന്നാലും ഞാൻ ഇടും എന്നാൽ വെച്ചാൽ അപ്പം നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ട്. അത് നല്ല ചുരിദാറാണ് ശുഭേന്ന് എത്ര പേര് പറഞ്ഞു, ആ ഒരു നീല കളറ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല, അത് ഞാൻ ഇട്ടിട്ട് തന്നെ കളയും. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ മോളുടെ ഡ്രസ്സ് മോള് മാത്രം, എൻ്റെ ഡ്രസ്സ് ഞാൻ മാത്രം, കുഞ്ഞാപ്പിക്കുട്ടൻ്റെ ഡ്രസ്സ് കുഞ്ഞാപ്പിക്കുട്ടൻ, അങ്ങനെയാണ് ഞങ്ങൾ ഇടുന്നത്. പക്ഷേ എൻ്റെയും ചേച്ചിയുടെയും എൻ്റെ മൂത്ത മോളുടെയും വീട്ടിലിടാനുള്ള ഡ്രസ്സ് കുഞ്ഞാപ്പിക്കുട്ടൻ ഇടും കേട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അല്ലാതെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിടാം. എന്നെക്കാട്ടിലും വണ്ണമാണ് എൻ്റെ മൂക്ക്, അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഇടാൻ പറ്റത്തില്ല കേട്ടോ. ചില അമ്മമാരും മക്കളുമൊക്കെ അങ്ങനെ പറയുന്നേക്കാം, ഞങ്ങൾ 3 പേരും മാറും, ഭയങ്കര വെയിലല്ലേ, ഞങ്ങളിങ്ങനെ മാറി ഇടും ഡ്രസ്സ് എന്നൊക്കെ. പക്ഷേ ഇവിടെ അത് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എണ്ണ തേച്ച് കുളി മസ്റ്റാക്കണം. കുളി കഴിഞ്ഞാൽ ഒരു മോയ്സ്ചറൈസർ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യണം. വെയിലത്തൊക്കെ പോവുകയാണെങ്കിൽ
കുറച്ച് സൺസ്ക്രീൻ ലോഷൻ ഒന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം ഇപ്പോൾ മനസ്സിലായല്ലോ. പിന്നെ മുടി നരയൊന്നും ഇല്ലാതെ, എന്തിനാണ് നരച്ച് നടക്കുന്ന ഈ കാലത്ത്, നരയൊന്നുമില്ലാതെ ബ്ലാക്ക് ഹെന്നയിലോട്ട് പോവാതെ നമ്മൾ മാക്സിമം പിടിച്ച് നോക്കണം. ബ്ലാക്ക് ഹെന്ന ഡൈ നമ്മുടെ മുടിയിൽ തേക്ക്. ഇത് കണ്ടോ, ഞാൻ ഓരോന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ലേ, നെല്ലിക്ക, നീലിയാമരി, മൈലാഞ്ചിപ്പൊടി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങൾ മാക്സിമം ചെയ്ത് ഡൈലോട്ട് പോവാതെ തടഞ്ഞു നിർത്തി നോക്കണം. ഡൈലോട്ട് ഭയങ്കര വെയിൽ കേട്ടോ. ഡൈലോട്ട് പോവാത്ത തരത്തിൽ നിങ്ങൾ ഒന്ന് മാക്സിമം നോക്കണം. നാച്ചുറൽ ടിപ്സൊക്കെ ചെയ്ത് കേട്ടോ. അപ്പം മുടിയൊക്കെ നല്ല കറുപ്പിച്ച് തന്നെ വയ്ക്കുക. ഒരുപാട് കറുത്തിരിക്കുന്ന ഡൈലോട്ട് പോവാതെ ഇച്ചിരി ബ്രൗണൊക്കെ ആയിട്ടുള്ള ലോറിയലിൻ്റെയൊക്കെ നല്ല ഇതുണ്ട് കേട്ടോ. ഡൈലോട്ട് പോയവരുടെ കാര്യം ഞാൻ പറയുന്നത്. ഡൈലോട്ട് പോവാത്തവർ നമ്മുടെ സാധാ നാച്ചുറൽ ടിപ്സൊക്കെ ചെയ്ത് തന്നെ കൊണ്ട് നടക്കണം. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എനിക്ക് കൂടുതലും ഒരു 55 വയസ്സിനും മേലോട്ടൊക്കെയുള്ള ചേച്ചിമാരാകട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് ഇന്ന് വന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസൊക്കെ വാട്സപ്പിൽ വരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാം കൂടെ ഒരു ഇതായിട്ട് അങ്ങ് പറയാമെന്ന് കരുതുന്നത്. അപ്പോൾ ധാരാളം വെള്ളം കുടിച്ചിരിക്കണം കേട്ടോ. എല്ലാവരും ധാരാളം വെള്ളം കുടിച്ചിരിക്കണം. അത് ഇപ്പം തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇത്രയും സമയമല്ലേ ആയുള്ളൂ, ഞാനൊരു 3 കുപ്പി വെള്ളം കുടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് നല്ല ദാഹവുമാണ്, എനിക്ക് ചൂട് ശരീരമാണ്. അപ്പോൾ ഞാൻ ഇഷ്ടംപോലെ വെള്ളം കുടിക്കും. പിന്നെ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ള എണ്ണ തേച്ച് കുളിക്കുന്നത്. കാരണം നമ്മുടെ ഓഫറിൻ്റെ ഇട്ട ഓയിലിൽ ഒരു 4-5 പേര് വാട്സപ്പിൽ വന്നിട്ടുണ്ട്, ശുഭ എനിക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട്. സോറി കേട്ടോ, ഈ ഓഫറിൻ്റെ ടൈം ആയതുകൊണ്ടാണ് ഇത്രയും താമസം വന്നത്. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇനി എഴുതാനായിട്ടൊക്കെ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഒരു ലൈവ് ഇട്ടാൽ പോലും നോട്ടിഫിക്കേഷൻ പോകാത്തത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.